ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ അമ്മയുടെ സെറ്റ് മുണ്ടുന്നുണ്ട്. ഞാനൊരു 2 ചുരിദാർ തയ്ക്കാൻ പോവാണ്. വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഫസ്റ്റത്തെ മുണ്ടുണ്ട്, ടോപ്പ് വെച്ചു. ഇത് എനിക്ക് നാത്തൂനും കൂടെയുള്ള ചുരിദാറാണ് തയ്ക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ വന്നിട്ട് ആകെ കുളമാക്കി. ഇത് കുറേ ദിവസം കൊണ്ട് തയ്ച്ച, കാരണം മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് തയ്ക്കാൻ. ഇതിപ്പോൾ ഞാൻ നേരിയത് കൊണ്ടാണ് എനിക്ക് ടോപ്പ് തയ്ച്ചത്. എൻ്റെ നാത്തൂന് താഴെ മുണ്ടുകൊണ്ട് തയ്ച്ചു. നമ്മൾ 2 എണ്ണമാണ് തയ്ച്ചത്. പിന്നെ കയ്യും വെട്ടി. കൈ എനിക്ക് ഇതൊന്നും കിട്ടിയില്ല. കുറച്ച് തുണിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇതൊക്കെ വന്നു. അങ്ങനെ വെട്ടി കുറച്ച് പീസൊക്കെ ആയിട്ടാണ് കൈയൊക്കെ വെട്ടിയെടുത്തത്. പിന്നെ കൈയിൻ്റെ അവിടെയൊക്കെ പച്ച കൊണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ പിന്നെ കഴുത്ത് വെട്ടാം. എനിക്കങ്ങനെ ഈ കുറേ എന്താ പറയുക, അളവെടുത്തിട്ട് കഴുത്ത് വെട്ടുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഞാനൊരു പാറ്റേൺ വെട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കഴുത്തും വെട്ടും. കൈ പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ പോലെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് വയ്ക്കും. പിന്നെ നമ്മൾ എല്ലാം തയ്ക്കുന്നതിലാണല്ലോ കാര്യം ഇരിക്കുന്നത്. തയ്യൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളും. അങ്ങനെ ലൈനിങ്ങൊക്കെ വെട്ടി. ഇത് ചേച്ചിയുടെയും പിന്നെ ചേട്ടൻ്റെ വൈഫിൻ്റെ, ഇതെൻ്റെയാണ്. ഈ നീളമുള്ള നേരിയത് ഉള്ളത്, താഴെ ബോർഡർ വന്നത് എൻ്റെയാണ്. ശരിക്കും അങ്ങനെ താഴെ ബോർഡർ എനിക്ക് ഇഷ്ടമല്ല. ഇത് രണ്ടും ഞാൻ തയ്ച്ചു വിട്ടാം. കാരണം ഞാൻ ഒരാളല്ലേ ഉള്ളൂ വീഡിയോ എടുക്കാനായിട്ട്. എനിക്കാരും വീഡിയോ എടുക്കാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുമല്ല ഞാനിത് തയ്ച്ചത്. പക്ഷേ എന്നെക്കൊണ്ടാവുന്നത് ഇത്തിരി വീഡിയോ ഒക്കെ ചെയ്തു. പിന്നെ ഇത് ഞാൻ വരയ്ക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ടുള്ള കാര്യമാണ്. എനിക്കൊരു കൃഷ്ണൻ രാധയുടെയും പടം എൻ്റെ മോൻ്റെ മുണ്ടിൽ, ചെറിയ മുണ്ടിൽ ഞാൻ ആദ്യമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത ഇതുകൊണ്ട്, ബ്ലാക്ക് പെയിൻറ്റും ഉണ്ട്. അപ്പോൾ ഞാനോർത്തു കളർ പെയിൻറ്റും കൊണ്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഓർത്തിട്ടാണ്. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു കൃഷ്ണൻ രാധ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ട്രേസർ പേപ്പർ വെച്ചിട്ടത് ട്രേസ് ചെയ്യാണ്, കാർട്ടൺ പേപ്പർ വെച്ചിട്ട്. അങ്ങനെ അത് വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം എൻ്റെ ചുരിദാറിലാണ് വരയ്ക്കണമെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അല്ല, ചേച്ചിയുടെ ചുരിദാറിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ സ്പീഡ് വരച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ വീഡിയോ ഈ ഒരു ചുരിദാർ തയ്ച്ച് ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ റീൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇടാനുള്ള സമയം കിട്ടില്ല. എനിക്കിപ്പോഴാണ് ഒന്നാമത് നേരെയില്ല. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും നേരം ഉണ്ടാവില്ല. പിന്നെ ഓണവും കാര്യങ്ങളും തിരക്കും ജോലിയും വർക്കും ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കൃഷ്ണൻ രാധയുടെ പിക്ചർ. ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ കൊടുക്കുന്നുള്ളൂ. രാധയുടെ കയ്യിലിരിക്കുന്നത് ഒരു താമര ഇലയാണ്. അങ്ങനെ 2 ചുരിദാറിലും ഞാൻ വരച്ചിട്ടുണ്ട്. 2 ചുരിദാറിലും വരച്ചു. അങ്ങനെ ആണ്. ഞാനൊരു ചെറിയ പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുട്ടീനെ ഉറക്കിയതിന് ശേഷം വേണം എനിക്കിതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആകെ കൂടെ പിന്നെ ജോലി ഉണ്ട് രാവിലെ. അപ്പോൾ പിന്നെ മാത്രമല്ല, എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ കാല് സൈലൻസറിൽ പൊള്ളി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറേ നാളത്തേക്ക് ഞാൻ ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു മാസത്തിന് മുന്നേ തന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങിയതായിരുന്നു. ഇന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അത്തത്തിനിടണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് എന്തായാലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ പതുക്കെ അതിൻ്റെ വേദനയൊക്കെ സഹിച്ച് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഇത് പെയിൻറ്റാണ്, അക്രിലിക് പെയിൻറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ തേക്കാൻ ഫാബ്രിക് പെയിൻറ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി വാളിലും നമ്മുടെ വീടിൻ്റെ വാളിലൊക്കെയാണ് ഞാൻ വരയ്ക്കുന്നത്. പക്ഷെ എനിക്ക് തുണിയിൽ വരച്ച അത്ര പരിചയമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു മൈൻഡിൽ അങ്ങനെ ഇതായി പോണത്. കാരണം ഓൾറെഡി സെറ്റും കൊണ്ടും അമ്മ വീട്ടിലെടുത്തിട്ട് വെള്ളത്തുണിയാക്കിയിട്ട് മാറ്റി നമുക്ക് വേറെ വെക്കാം. കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളത്തുണി വളരെ നല്ലതാണ്. അപ്പം അമ്മ അങ്ങനെയൊക്കെ കീറി വെക്കാമെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാനിത് കണ്ടത്. കാരണം ഈ പച്ചയുടെ അവിടെ ഉള്ള കസവിന് ഇത് വീട്ടിലിടാൻ വേണ്ടി അമ്മ വാങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വില കുറഞ്ഞ കസവുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചുരുങ്ങിപ്പോവും. അപ്പോൾ ആ ചുരുങ്ങിയതുകൊണ്ട് അമ്മയ്ക്ക് കുറേ, അമ്മ ഒരു 3-4 വട്ടം ഇട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ചുരുങ്ങിയതുകൊണ്ട് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ
വെള്ള തുണിയായിട്ട് കീറാൻ വേണ്ടി വെച്ചിരുന്ന തുണിയാണ് ഞാൻ എടുത്തിട്ട് സെറ്റും മുണ്ടും നേരിയതും മുണ്ടും ഒക്കെ ഇട്ട് ഞാൻ 2 ചുരിദാർ തയ്ച്ചത്. ശരിക്കും ഞാൻ എനിക്ക് വേണ്ടി തയ്ക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ വൈഫിനും കൂടെ തയ്ച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തയ്ച്ചതാണ്. അങ്ങനെ പോയി ലൈനിങ്ങൊക്കെ എടുത്ത് പെട്ടെന്ന് തയ്ച്ചു. എന്തായാലും വരച്ച് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും തയ്ച്ച് വെച്ചിട്ട് കുറേ നാളുകളായി. പക്ഷെ വരച്ചിട്ട് പിന്നെ പെട്ടെന്നായിരുന്നു വരച്ചത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആകെ കുളമായിരുന്നു. പിന്നെ എൻ്റെ ഇടയ്ക്ക് എനിക്ക് വർക്കുണ്ട്, ഞാൻ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളും. പിന്നെ 3 കുട്ടികളുണ്ട്. എങ്ങനെ ഞാനിരുന്ന് ആ പിള്ളേരെ റെഡിയാക്കിയാലും ഒരെണ്ണം ചെറുതാണ്, ബാക്കി 2 ഓടി നടക്കണമാണ്. എൻ്റെ മോൻ ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ എനിക്ക് അവരെ ഉറങ്ങാതെ ഒട്ടും നടക്കില്ല. ഞാൻ 2 കുർത്തിയിലും കൂടെ ഒരുമിച്ചാണ് ഇട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്, 2 കുർത്തിയിലും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കുർത്തിയിൽ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് മറ്റേ കുർത്തിയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ 2 കുർത്തിയിൽ നമ്മൾ കറക്റ്റ് 2 എഴുതാറിൽ നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോഴാണ് നമുക്കൊരു ഡിസൈൻസ് കിട്ടും. നമുക്ക് ഒരു എന്താ ചെയ്യുക, അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് വരിക. അല്ലെങ്കിൽ ഒരെണ്ണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ രണ്ടാമത് ചെയ്യുന്നത് അത്രയും എൻ്റെ കാര്യത്തിൽ അങ്ങനെ വന്നിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ഈ ഡ്രസ്സിൽ വരച്ചുള്ള അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും നന്നാവില്ല ഫസ്റ്റ് വരച്ചില്ല. അപ്പോൾ 2 കൂടെ ഒരുമിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, കഷ്ടപ്പെട്ട് വരച്ചതാണ്. അങ്ങനെ കൃഷ്ണനും താഴത്തെ മറ്റേ ഇതൊക്കെ കഴിഞ്ഞു. ഇനി രാധ ഇത്തിരി കുളമായി പോയി. സത്യം പറഞ്ഞാൽ രാധ നല്ല കുളമായി. പിന്നെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, എന്തായാലും കളയാൻ വേണ്ടി വെച്ചിരുന്നതല്ലേ എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ രാധേനെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. രാധ വളരെ അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, നല്ല ലാസ്റ്റ് ഞാൻ അടിപൊളിയാക്കി എന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കുന്നു. ഞാൻ വിശ്വസിപ്പിക്കും എന്നെ തന്നെ. രാധയ്ക്ക് ആദ്യം ഞാൻ മുടിയൊന്നും താഴത്തേക്ക് നീട്ടി വളർത്തിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ആലോചിച്ച് രാധയ്ക്കൊന്നും മുടി താഴത്തേക്ക് അങ്ങോട്ട് ചുരുട്ടി താഴത്തേക്ക് ഇട്ടാലോ എന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ പിന്നെ രാധയ്ക്കും മുടി വളർത്തി താഴെ ഇട്ട്. കൃഷ്ണനും ഞാൻ ശരിക്കും മ്യൂറലാണ് ഉദ്ദേശിച്ചിരുന്നത്. മ്യൂറലായിട്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ അകത്ത് ഞാൻ മ്യൂറലാണ് ചെയ്തത്, മുണ്ടിൽ ബ്ലാക്കിൽ. പക്ഷെ കളറ് ഞാൻ ആദ്യമായിട്ടല്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ എത്രത്തോളം അത് അടിപൊളിയാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസ് ലെവൽ കിട്ടിയില്ല. പക്ഷെ ചിലതൊക്കെ ഞാൻ മ്യൂറലായിട്ട് ഇങ്ങനെ വരച്ചൊക്കെ ഇങ്ങനെ റൗണ്ടൊക്കെ വരച്ച് അങ്ങനെ സെറ്റ് ചെയ്തൊക്കെ എടുത്തു. പക്ഷേ മുഖവും കാര്യങ്ങളൊന്നും എനിക്ക് മ്യൂറലായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. കാരണം കൃഷ്ണനെ എനിക്ക് മ്യൂറലായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ ഭയങ്കര വലുതായിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നെ മരമായിട്ട് ഞാൻ ചെയ്തത് 2 അവസാനമായിട്ട് അങ്ങനെ കൊടുക്കാമെന്നൊക്കെ ഉദ്ദേശിച്ചത്. ഇതാണ് ഞാൻ കഴിഞ്ഞ് വെച്ചിരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് മുടി കുറച്ചും കൂടി നീട്ടാന്ന് വെച്ചാൽ അങ്ങനെ മുടി കുറച്ച് നീട്ടിയതുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു, വീഡിയോ വന്നിട്ടില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ്. എങ്ങനെയുണ്ട്?